ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ജൂട്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതുപോലൊരു പാച്ച് വർക്ക് സാരി തയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 മീറ്റർ ജൂട്ട് ഫാബ്രിക്കാണ് സാരി തയ്ക്കാൻ വേണ്ടത്. ബോർഡറിനായി 2 ടൈപ്പ് തുണികളാണ് എടുത്തിരിക്കുന്നത്. 3/4 മീറ്റർ റോസ് നിറത്തിലുള്ള സെമി ജൂട്ട് മെറ്റീരിയലും 1.5 മീറ്ററിൽ വൈറ്റ് കളറിൽ ബ്രൗൺ പ്രിൻ്റുള്ളൊരു കോട്ടൺ മെറ്റീരിയലും. ഈ 2 തുണികളും വെട്ടുന്നതിന് മുമ്പായി നല്ലപോലെ അയൺ ചെയ്തെടുക്കണം. ഇത്തരം പ്രിൻസ് ഉള്ള അല്ലെങ്കിൽ ഡിസൈൻസ് ഉള്ള തുണികൾ വെട്ടുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന രീതിയിലുള്ള പോയിന്റ്സ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യണം. ഒരു ട്രാൻസ്പാരൻറ്റ് സ്കെയിൽ ഉപയോഗിച്ച് ഇത്തരം പോയിന്റ്സ് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കണം. ഈ പർട്ടിക്കുലർ ഡിസൈനിൽ 3 ഇതളുകളുള്ളതിൽ നടുക്കുള്ള ഇതളാണ് പോയിന്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഈ വരച്ച ലൈനിലൂടെ തുണി വെട്ടുമ്പോൾ 44 ഇഞ്ച് നീളമുള്ള ഒരു പാനൽ കിട്ടും. ഇത്തരത്തിലുള്ള 7 തൊട്ട് 8 പാനൽസ് ആണ് ഒരു സാരിക്ക് മുഴുവനായിട്ട് ബോർഡർ വയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. വൈറ്റ് പാനലിൻ്റെ പകുതി വീതിയാണ് റോസ് പാനലിന് ആവശ്യം. സോ 4 ഇഞ്ചോളം വീതിയുള്ള വൈറ്റ് പാനലിൻ്റെ പകുതി 2 ഇഞ്ചോളം വീതിയിലുള്ള റോസ് പാനൽസ് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ തുണി വേറൊരു സാരിയുടെ ബ്ലൗസ് പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബോർഡറുകളുള്ളത്. ഇതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് ഞാൻ ഈ സാരിക്കുള്ള ബോർഡർ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ കട്ടിയുള്ള തുണികൾ ഇഴ നോക്കി ഇഴയ്ക്കനുസരിച്ച് വെട്ടണം. തുണി മടക്കി നോക്കി ഇഴ കണ്ടുപിടിക്കാം. ഈ വെവ്വേറെ പാനൽസ് തയ്ച്ച് യോജിപ്പിക്കണം. പാനൽസ് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരു പാനലിൻ്റെ നല്ല വശം അല്ലെങ്കിൽ പ്രിൻ്റുള്ള വശം എടുത്ത് വെച്ച് മറ്റൊരു പാനലിൻ്റെ നല്ല വശം അതിന് മുകളിലായിട്ട് വെച്ച് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത്തരത്തിലുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ഓരോ പാനൽസ് തമ്മിൽ യോജിപ്പിക്കുമ്പോഴും ഡിസൈൻ പാറ്റേൺ മാറാതെ ശ്രദ്ധിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ 3 ഇതളുകളുള്ളൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ 1 ഇതളുകളുള്ള ഒരു നിരയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ശ്രദ്ധിക്കാതെ തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ 1 ഇതിലുള്ള നിര കഴിഞ്ഞിട്ട് 3 ഇതിലുള്ള നിര വരും. അപ്പം അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കാം. രണ്ട് പാനൽസ് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പാനലും ഇതുപോലെ തന്നെ യോജിപ്പിക്കണം. സോ ഇതുപോലെ പകുതി ഡിസൈൻസ് ഒക്കെ വരുന്ന ഭാഗം മുറിച്ച് മാറ്റിയിട്ട് വേണം യോജിപ്പിക്കാനായിട്ട്. ഇതുപോലെ 8 പാനൽസ് യോജിപ്പിക്കുക. ഈ യോജിപ്പിച്ചതിന് ശേഷം ഈ ബോർഡറിൻ്റെ 2 അരികു വശവും മടക്കിയടിക്കുക. പാനലുകൾ തമ്മിൽ യോജിപ്പിച്ച ഭാഗം ഇതുപോലെ 2 സൈഡിലേക്ക് നിവർത്തിയതിന് ശേഷം മടക്കിയടിക്കുക.
റോസ് പാനൽസും ഇതേപോലെ തന്നെ യോജിപ്പിക്കാം. സ്റ്റിഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ യോജിപ്പിച്ചതിന് ശേഷം യോജിപ്പിച്ച ഭാഗം നല്ലതുപോലെ അയൺ ചെയ്ത് മടക്കി അടിക്കുന്നതാണ് നല്ലത്. രണ്ടരികു വശം മടക്കി അടിക്കുക. ഈ രണ്ട് ബോർഡറുകളും റെഡി ആയതിനു ശേഷം നല്ലതുപോലെ അയൺ ചെയ്തതിന് ശേഷം മാത്രം സാരിയിൽ തയ്ച്ചു പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി മുന്താനിൽ തയ്ക്കുന്നതിനായിട്ടുള്ള മെറ്റീരിയൽസ് മുറിച്ചെടുക്കാനായിട്ട് വൈറ്റ് പാനൽസ് മുറിച്ചെടുത്തതിന് ശേഷം ഒരു 15 വീതിയുള്ള പീസാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ എഡ്ജസ് കറക്റ്റാക്കി വെട്ടിയെടുത്ത് രണ്ടരികു വശവും മടക്കി അടിച്ച് മുന്താനിൽ തയ്ച്ചു പിടിപ്പിക്കാം. സാരി മെറ്റീരിയൽ അയൺ ചെയ്തതിന് ശേഷം അരികുവശം മടക്കി അടിക്കുക. ഇതുപോലെ വീതിയുള്ള ബോർഡറുകൾ തയ്ക്കുമ്പോൾ രണ്ട് ഭാഗത്തും പിൻ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിൻ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ച് ക്ലിപ്പ് ചെയ്താലും മതി. സാരിയുടെ മുന്താണിയിൽ ഈ ബോർഡറിൻ്റെ ഔട്ടർ ലൈൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇന്നർ ലൈൻ തയ്ക്കാനായിട്ട് മുന്താണി ഉള്ളിലേക്ക് 2 പ്രാവശ്യം മടക്കി വെച്ച് പിൻ ചെയ്ത് തയ്ക്കുക. ഇതിനുശേഷം വൈറ്റ് ബോർഡർ സ്റ്റിച്ച് ചെയ്യാം. ഈ ബാക്കിയുള്ള വൈറ്റ് ബോർഡർ മറുവശത്തു കൂടി തയ്ക്കാനായി ഉപയോഗിക്കാം. അടുത്തതായി റോസ് ബോർഡർ തയ്ച്ചെടുക്കുക. ഇത്തരം കോർണർ സൈഡിൽ വരുമ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മടക്കി പിൻ ചെയ്ത് അടിക്കാം.
വൈറ്റ് ബോർഡർ ഈ വശത്തുകൂടി തയ്ച്ചു കഴിഞ്ഞാൽ സാരി കംപ്ലീറ്റ് ആയി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മോർ ഓവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീക്ക്.